Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Arena Mama. Good afternoon, ma'am. Good afternoon. ആരാണത്? Ivania. എന്താണ്? ഞാൻ കേട്ടില്ല, പേര് കേട്ടില്ല. ഇവാനിയ. ഇവാനിയ. ഇവാനിയക്ക് എത്ര വയസ്സായി? 5. 5 വയസ്സായോ? ക്ലാസ് ഉണ്ടായിരുന്നു? പോയില്ല. എന്ത് പറ്റി പോവാഞ്ഞത്? എന്താ? മൂക്കടപ്പായിരുന്നു. മൂക്കടപ്പോ? മൂക്കടപ്പ്. ഓ ഓ. മരുന്ന് കഴിച്ചോ എന്നിട്ട്? വെച്ചിട്ടുണ്ട്. അതെ അല്ലേ? ഓക്കെ, വേഗം സുഖാവട്ടെ കേട്ടോ. അമ്മയുടെ കൂടെ ക്ലാസ് കേൾക്കാൻ വന്നതാണല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടല്ലേ ക്ലാസ്സിൽ കയറിയത്? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്യുമാരെങ്കിലും. ഞാൻ കഴിച്ചു. ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. കഴിച്ചു എന്ന് പറഞ്ഞ് ശീലമായതുകൊണ്ടാണ് കഴിച്ചു എന്ന് പറഞ്ഞത്. ആദ്യം തന്നെ കഴിച്ചിട്ടില്ല. ഇന്ന് വിശപ്പ് തോന്നിയില്ല. അപ്പൊ ലബോറട്ടറി സർവീസില് പേജ് നമ്പർ 23 ആണ് കേട്ടോ. ലബോറട്ടറി സർവീസിൽ നമുക്ക് ലാസ്റ്റത്തെ ഒരു പോർഷൻ എടുത്ത് തീർക്കാനുണ്ട്. അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? പറഞ്ഞോട്ടെ. ഓക്കെ. What responsibilities are common for lab manager jobs? അതായത് ലാബ് മാനേജർ ഉണ്ടല്ലോ, നമ്മുടെ ലബോറട്ടറിയിലെ ലാബ് മാനേജർ, അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചിട്ടാണ് ഒരു 18 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 18th പോയിന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ്, ഔട്ട്ലൈൻ, എക്സിക്യൂട്ട് ആൻഡ് സൂപ്പർവൈസ് ദ ലബോറട്ടറീസ് ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം. ലബോറട്ടറിയിലെ ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം, അതായത് ക്വാളിറ്റി നിലവാരം ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ തയ്യാറാക്കുകയും നടപ്പിലാക്കുകയും ചെയ്യാം. ഓക്കെ, ലബോറട്ടറിയുടെ പ്രവർത്തനങ്ങൾക്ക്, അതായത് ടെസ്റ്റുകൾക്കും മറ്റൊക്കെ സൂപ്പർവിഷൻ കൊടുക്കുന്നതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളൊക്കെ രൂപീകരിക്കുന്നതും ആരാണ്? ലബോറട്ടറി മാനേജർ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ക്വാളിറ്റി മാനേജ്മെന്റ് പറഞ്ഞത് എന്താണ്? ലബോറട്ടറിയിലെ ടെസ്റ്റുകളും പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗുണനിലവാരത്തിന്റെ തോത്, അല്ലെങ്കിൽ അത് ചെക്ക് ചെയ്യുക, അത് രൂപീകരിക്കുക എന്നുള്ളതാണ് ലബോറട്ടറി മാനേജറുടെ ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി. രണ്ടാമത്തേത്, കോൺടാക്ട് വിത്ത് ദ നഴ്സിംഗ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ് വെൻ അവർ നീഡഡ്. ഓക്കെ, അതായത് ആവശ്യമെങ്കിൽ നഴ്സിംഗ് സ്റ്റാഫുകളായിട്ടും മറ്റ് സ്റ്റാഫുകളൊക്കെ ആയിട്ടും എന്ത് ചെയ്യുക? കോൺടാക്ട് ചെയ്യുക. ലബോറട്ടറി മാനേജറാണ്, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഹോസ്പിറ്റൽസിലെ നഴ്സുമാരായിട്ടോ അവിടെയുള്ള മറ്റ് സ്റ്റാഫുകളുമായിട്ടോ ചിലപ്പോൾ ഡിസ്കഷനിലൊക്കെ വരേണ്ടി വന്നേക്കാം. അതുകൊണ്ട് തന്നെ ആവശ്യമെങ്കിൽ അവരുമായിട്ടൊരു കോൺടാക്ട് വെക്കുക എന്നുള്ളതാണ്. Then മൂന്നാമത്തെ പോയിന്റ്, ഇംപ്ലിമെന്റ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് കണക്റ്റഡ് വിത്ത് ദ സ്പെസിഫിക് ഏരിയ. അതായത് സ്പെസിഫിക് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? സ്പെഷ്യൽ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള
യൂണിറ്റുമായി ബന്ധപ്പെട്ടിട്ട് അവിടെയുള്ള ഇംപ്ലിമെന്റ് അല്ലെങ്കിൽ പോളിസികളൊക്കെ തയ്യാറാക്കാന്നുള്ളതാണ് കേട്ടോ. അതായത് ഓരോ വിഭാഗത്തിനും അനുയോജ്യമായിട്ടുള്ള നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ. ദെൻ നാലാമത്തെ പോയിന്റ്, അസസ്, ഒബ്സർവ്, ട്രാക്ക് ആൻഡ് ട്രെൻഡ് ടെക്നിക്കൽ ആൻഡ് എംപ്ലോയി പെർഫോമൻസ്. അതുപോലെ തന്നെ ലബോറട്ടറിയിലുള്ള ജീവനക്കാരുണ്ടല്ലോ, എംപ്ലോയീസ് ഉണ്ടല്ലോ, ടെക്നിക്കലായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാവും, മറ്റ് വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. അവരുടെയൊക്കെ പെർഫോമൻസ് വിലയിരുത്തുക, നിരീക്ഷിക്കുക, ട്രാക്ക് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്, അറേഞ്ച് ഓൺ സൈറ്റ് ട്രെയിനിങ് ഫോർ ന്യൂ ആൻഡ് എക്സിസ്റ്റിംഗ് സ്റ്റാഫ് മെമ്പേഴ്സ്. അതായത് അവിടെ നിലവിലുള്ളതും ലബോറട്ടറിയിൽ നിലവിൽ ജോലി ചെയ്യുന്നതും പുതുതായിട്ട് ജോലിക്ക് വരുന്നതുമായിട്ടുള്ള ആളുകൾക്ക് ജോലി സ്ഥലത്ത് വെച്ച് തന്നെയുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ. അവർക്ക് എന്തൊക്കെയാണ് അവരുടെ ജോലി, എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ് വൺ, discharge additional duties as assigned in support of laboratory operations. ലബോറട്ടറി ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ലബോറട്ടറി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അധികമായിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ടെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അതായത് ഇന്ന ജോലി ഉണ്ടാവില്ല, ചിലപ്പോൾ ഇത്ര മണി തുടങ്ങി ഇത്ര മണി വരെ മാത്രം ഞാൻ ജോലി ചെയ്യൂ എന്ന് പറയാനായിട്ട് പാടില്ല. അധികമായിട്ട് എന്തെങ്കിലും ജോലികൾ വരുന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആരുടെയാണ്? ലബോറട്ടറി മാനേജറുടെയാണ്. ഓക്കെ. Then next, extend customer service to include all internal and external customers. അതായത് അകത്തുള്ളതും പുറത്തുള്ളതുമായിട്ടുള്ള ധാരാളം ക്ലയൻസ് ഉണ്ട്, കസ്റ്റമേഴ്സ് ഉണ്ട്. അവർക്ക് നല്ല രീതിയിലുള്ള കസ്റ്റമർ സർവീസ് കൊടുക്കാന്നുള്ളതും ആരുടെ ഡ്യൂട്ടിയാണ്? ലാബ് മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. Then next one, make sure that communication of laboratory data and appropriate result reporting. അതുപോലെ തന്നെ ലബോറട്ടറി ഡാറ്റകൾ കറക്റ്റ് ആയിട്ട് രേഖപ്പെടുത്തി വെക്കുക, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് സൂക്ഷിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? ലാബ് മാനേജറാണ്. ഓക്കെ. കറക്റ്റ് ആയിട്ട് ലാബ് റെക്കോർഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കീപ്പ് ചെയ്യുന്നതും അത് റെക്കോർഡ് ചെയ്യുന്നതും ഒക്കെ ലാബ് മാനേജറാണ് കേട്ടോ. Then release samples to laboratory staff and communicate due dates and turnaround time. അതുപോലെ തന്നെ സാമ്പിൾസ് ഒക്കെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഓരോ സ്റ്റാഫുകൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഓരോരുത്തർക്കും ഓരോ ജോലി എന്ന് അസൈൻ ചെയ്ത് കൊടുക്കുകയും എപ്പോഴാണ് ടേൺ അറൗണ്ട് ടൈം, അതായത് ടെസ്റ്റുകൾ എപ്പോഴൊക്കെയാണ് തീർക്കേണ്ടത്, എപ്പോഴാണ് റിസൾട്ട് കൊടുക്കേണ്ടത്, ഓക്കെ, അങ്ങനെയുള്ള ടൈമുകളും കാര്യങ്ങളും ഒക്കെ സ്റ്റാഫുകളെ അറിയിക്കുകയും ചെയ്യേണ്ടത് ആരാണ്? ലാബ് മാനേജറാണ്. And next, guide the handling and resolution of complex issues and complaints. ഇനി ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നുള്ളതും ലാബ് മാനേജറുടെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് പോയിന്റ്, responsible for all employees who are working at all labs on demand facilities. ഇനി ലാബ് ഓൺ ഡിമാൻഡ് ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാല് ലബോറട്ടറികളിൽ ചില ജോലികൾ ചെയ്യാൻ വേണ്ടി മാത്രം ചില സ്പെസിഫിക് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. ചില ടെസ്റ്റുകൾ അവർക്ക് മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കേട്ടിട്ടുണ്ടോ അങ്ങനെ? ഉണ്ടോ? കേട്ടിട്ടുണ്ടോ? ഇല്ല. ചില ജോലികള് ചില ആളുകൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതിനകത്ത് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടാവും, ജോലിക്കാരുണ്ടാകാം. അപ്പൊ അത്തരത്തിലുള്ള ജോലിക്കാരുടെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ഈ ഒരു ലാബ് മാനേജർക്കാണ് കേട്ടോ. ദാറ്റ് ഈസ് ഡിമാൻഡ് ഓൺ ഫെസിലിറ്റീസ്. അതൊന്ന് നോക്കി വെച്ചാൽ മതി. Ensure adherence with the federal, state and system regulation to provide operation. അതുപോലെ തന്നെ ദേശീയമായിട്ടുള്ള സംസ്ഥാന അല്ലെങ്കിൽ നമ്മുടെ ദേശീയ അന്തർദേശീയ തലത്തിലുള്ള നിയന്ത്രണങ്ങൾക്കും നിയമങ്ങൾക്കും അനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ലബോറട്ടറിയിൽ നടപ്പിലാക്കേണ്ടതും ലാബ് മാനേജറാണ്. Next one, assure compliance with all corporate policy procedures in the laboratory. അതുപോലെ തന്നെ കോർപ്പറേറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് പോളിസിയാണ് കേട്ടോ. അതായത് മാനേജ്മെന്റിന്റെ ഇത് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് ലബോറട്ടറി പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ. നെക്സ്റ്റ്, enlarge the lab's research portfolio by helping to develop new research project and proposal. അതുപോലെ തന്നെ ലാബില് പുതിയ രീതിയിലുള്ള, അതായത് ഗവേഷണ പഠനങ്ങൾ, അതായത് പുതുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് പഠിക്കുക,
റിസർച്ചുകൾ ഡെവലപ്പ് ചെയ്യുക, പ്രൊജക്ടുകൾ തയ്യാറാക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെയൊക്കെ മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? ലാബ് മാനേജറാണ്. Then next, set up and keep all laboratory records in accordance with the specification. ലബോറട്ടറി റെക്കോർഡുകൾ കറക്റ്റ് ആയിട്ട് അവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ആരാണ്? അതും ലബോറട്ടറി മാനേജറാണ്. Then next, make sure that supplies are available as needed for the lab session. അതായത് ലബോറട്ടറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സപ്ലൈസ്, അതായത് എല്ലാ സാധന സാമഗ്രികളും ലാബിൽ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും ലാബ് മാനേജറാണ്. The next one, suggest a measure to enhance testing procedures, use of equipment and needs for new equipment. അതുപോലെ തന്നെ ടെസ്റ്റിംഗ് പ്രൊസീജിയറുകളെ കുറിച്ച്, എക്യുപ്മെന്റിന്റെ ഉപയോഗങ്ങളെ കുറിച്ച്, പുതിയ എക്യുപ്മെന്റിന്റെ ആവശ്യങ്ങളെ കുറിച്ച്, ഇതിനൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? സജസ്റ്റ് ചെയ്യേണ്ടത് ആരാണ്? അതും ലാബ് മാനേജറാണ്. The last one, monitor, analyze and justify expense and revenue within departments. ലബോറട്ടറിയിലെ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും ഉള്ള എക്സ്പെൻസ് ആൻഡ് റവന്യൂ, അതായത് വരുമാനവും ചെലവും, അത് മോണിറ്റർ ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ചെയ്യുന്നത് ആരാണ്? ലാബ് മാനേജറാണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ, ഇത് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ ഇതിന് അത്ര വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. ഓക്കെ, വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാം. അടുത്ത ചാപ്റ്ററിലോട്ട് മൂവ് ഓൺ ചെയ്യാം അല്ലേ? ഏതായിരിക്കും അടുത്ത ചാപ്റ്റർ? ഗസ് ചെയ്യാമോ? ആർക്കെങ്കിലും ഗസ് ചെയ്യാമോ? ഏതായിരിക്കും അടുത്ത ചാപ്റ്റർ? 6 അല്ല, അല്ല, റേഡിയോളജി അല്ല. പതിനൊന്നല്ല, മോർച്ചറി അല്ല, നിങ്ങളൊന്നും പറയുന്നതല്ല. പതിനഞ്ചല്ല. എസ് സഹിത പറഞ്ഞത് കറക്റ്റ് ആണ്. 14 കേട്ടോ. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് 14ാമത്തെ ചാപ്റ്റർ ആണ് ഞാൻ എടുക്കാൻ പോകുന്നത് കേട്ടോ. 14ഉം 15ഉം എന്റെ ചാപ്റ്റേഴ്സ് ആണ്. അപ്പോ 14 കേട്ടോ. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് ആരെങ്കിലും പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്യൂ കേട്ടോ. കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ്, ലാസ്റ്റ് ആണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങള് ആ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഒന്ന് റീഡ് ചെയ്യുക കേട്ടോ. ഇൻട്രൊഡക്ഷൻ റീഡ് ചെയ്തതിന് ശേഷം തമ്പ് ചെയ്യാം.
വരച്ചു കഴിഞ്ഞെങ്കിൽ തമ്പ് ചെയ്യണം കേട്ടോ. എന്താണ് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്? കമന്റ് ചെയ്ത് എന്താണെന്ന് അറിയാവുന്നവര്. ആ പേരിൽ തന്നെ ഉണ്ടല്ലേ? ആ, ഹോസ്പിറ്റൽ വേസ്റ്റ് അല്ലെങ്കിൽ മെഡിക്കൽ വേസ്റ്റ് അല്ലേ? ഓക്കെ. നമ്മുടെ ഹോസ്പിറ്റലുകളിൽ മാത്രമാണോ വേസ്റ്റ് ഉള്ളത്? നമ്മൾ ജീവിക്കുന്ന വീടുകളിലും വേസ്റ്റ് ഉണ്ടാവാറുണ്ടോ? യെസ് അല്ലേ? മനുഷ്യര് ജീവിക്കുന്ന ഓരോ സ്ഥലങ്ങളിലും എന്തുണ്ടാവാറുണ്ട്? വേസ്റ്റ് ഉണ്ടാവാറുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഈ ഒരു നമ്മുടെ വീട്ടിൽ, അതായത് നമ്മുടെ വീട്ടിൽ വേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് പ്രോപ്പർ ആയിട്ട് റിമൂവ് ചെയ്ത് കളയില്ലേ? ഡിസ്പോസ് ചെയ്യില്ലേ? ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ ഡേർട്ടി ആയിട്ട് ഇടോ? എന്താ ചെയ്യുന്നേ? നമ്മുടെ വീട്ടിലെ വേസ്റ്റുകൾ ഓരോ ദിവസവും വേസ്റ്റ് ഉണ്ടാവും അല്ലേ? നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഡിസ്പോസ് ചെയ്യും അല്ലേ? ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാകാം, പേപ്പറുകൾ ഉണ്ടാവാം, കവറുകൾ ഉണ്ടാവാം, പ്ലാസ്റ്റിക് കവറുകൾ ഉണ്ടാകാം. ഓക്കെ, അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഡിസ്പോസ് ചെയ്യാറുണ്ട്. ഫുഡ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പഴകിയ ഫുഡ് ഐറ്റംസ്, ഇപ്പൊ തലേ ദിവസത്തെ കറികളും ചോറൊക്കെ ബാക്കി വരുവാണെന്ന് വിചാരിക്കാം. നിങ്ങൾ എന്താ ചെയ്യേ? അത് എന്ത് ചെയ്യുന്നേ? എവിടെയാ ഡിസ്പോസ് ചെയ്യുന്നേ? ഡീകമ്പോസിങ് ചെയ്യും അല്ലേ? ഓക്കെ. അപ്പൊ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്താ ചെയ്യുന്നേ? മുമ്പായിരുന്നെങ്കിൽ ബേൺ ചെയ്ത് കളയായിരുന്നു അല്ലെ? കത്തിച്ച് കളയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറ്റകരമാണ്, ശിക്ഷയുണ്ട് അല്ലെ? ആ, ഹരിത കർമ്മസേനയ്ക്ക് കൊടുക്കും. അപ്പൊ നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോപ്പർ ആയിട്ട് നമ്മൾ ഡിസ്പോസൽ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലുകളിലും. എന്ത് ചെയ്യണം? വേസ്റ്റ് കറക്റ്റ് ആയിട്ട് ഡിസ്പോസ് ചെയ്യണം അല്ലെ? ഓക്കെ. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ അല്ലെങ്കിൽ ചെയ്യാറുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കണം. ഞാൻ പറയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നു, ചെല്ലുമ്പോൾ ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യും അല്ലെ? രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു ബില്ല് തരും അവര്. അതിനുശേഷം ചിലപ്പോൾ ടോക്കൺ തന്നേക്കാം. ചില ആളുകൾ എന്ത് ചെയ്യും? അത് അവരുടെ ഹാൻഡ് ബാഗിൽ തന്നെ വെക്കും അല്ലെങ്കിൽ പേഴ്സിൽ വെക്കും. ഓക്കെ, കാരണം ഹോസ്പിറ്റലിലെ ആവശ്യത്തിന് ശേഷം നമുക്ക് അതിനും കൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ല അല്ലെ? ഇനി മറ്റു ചില ആളുകൾ എന്ത് ചെയ്യും? ചിലപ്പോ ഡോക്ടറെ കണ്ടിറങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ മരുന്ന് മേടിച്ചതിന് ശേഷം ഫാർമസിയുടെ മുമ്പിലോ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ റൂമിന് മുമ്പിലോ വെറുതെ അവിടെ താഴ്ത്തിടും. വേറെ ചില ആളുകൾ എന്ത് ചെയ്യും?
കറക്റ്റ് ആയിട്ട് ഇത് ഡിസ്പോസ് ചെയ്യാനുള്ള ബിന്നുകൾ ഉണ്ട് അല്ലെ, നമ്മൾക്കത് കറക്റ്റ് ആയിട്ട് അത് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ബിന്നുകൾ ഉണ്ട്, അതിനകത്ത് നിക്ഷേപിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്നത് മുതൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നത് മുതൽ അവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോരുന്നത് വരെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ചില ഐറ്റംസ് ഉണ്ട്, ചില സാധനങ്ങളുണ്ട്. ഇതൊക്കെ എന്തായിട്ടാണ് വരുന്നത്? വേസ്റ്റുകളായിട്ടാണ് വരുന്നത്. ഇത് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഹോസ്പിറ്റലുകളിലുണ്ട്. ഓക്കെ, ഇപ്പൊ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, നിങ്ങൾ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പഠിച്ചിട്ടുള്ളതാണ് അല്ലെ? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പഠിച്ചതല്ലേ? ഞാനാണോ പഠിപ്പിച്ചത്? അല്ലെ, പഠിപ്പിച്ചത്? യെസ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസ് ഉണ്ട്, അവർക്കൊക്കെ ധാരാളം വേസ്റ്റുകൾ വരാം. അതായത് അവർ കഴിക്കുന്ന ഫുഡുകൾ വരാം, അതുപോലെ തന്നെ പല കാര്യങ്ങളും അവരുപയോഗിക്കുന്ന മരുന്നുകള്, ഒക്കെ അവരുപയോഗിക്കുന്ന കവറുകള്, പേപ്പറുകള്, ഇതൊക്കെ എന്താണ്? വേസ്റ്റിന്റെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പൊ ശരിയായിട്ട് ഇത് എന്ത് ചെയ്യണം? ഡിസ്പോസൽ ചെയ്യണം. ഓക്കെ, അതിനെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോ ഹോസ്പിറ്റലുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ, അതിന്റെ എങ്ങനെയാണ്, അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എത്തരത്തിലുള്ള വേസ്റ്റുകളാണുള്ളത്, ഏതൊക്കെയാണ് ആ വേസ്റ്റ്, എത്ര തരമുണ്ട്, ഏതൊക്കെയാണ് അപകടകാരികൾ അല്ലെങ്കിൽ അപകടമല്ലാത്ത വേസ്റ്റുകൾ എന്തൊക്കെയാണ്, ഇത്തരത്തില് ഹോസ്പിറ്റലുകളിലെ വേസ്റ്റുകളെ കുറിച്ച് പഠിക്കുന്ന, അതിനെ കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്റർ ആണത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു ധാരണ കിട്ടിയോ? പറഞ്ഞത് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടില്ല കേട്ടോ, അതിനു മുമ്പ് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തന്നതാണ്. ഇനി നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. Introduction. The amount of garbage produced by healthcare institutions has increased as a result of growing medical advancements and new hospital construction for better healthcare. Both waste from any medical practice in healthcare facilities, testing centers and laboratories are referred to as healthcare waste or biomedical waste. Healthcare workers, the general public and the nearby flora and fauna are all at risk from hospital trash. Hospital and other healthcare facilities issues with the waste disposal have grown to be a cause of rising concern. The majority of nations worldwide, especially developing countries, are facing a difficult situation as a result of environmental pollution caused by pathological waste generated by growing populations and the resulting rapid growth in the number of healthcare centers. Okay, then അത് ഓരോന്നായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫസ്റ്റ് തന്നെ നിങ്ങൾ നോക്കിയേ, the amount of garbage produced by healthcare institution has increased as a result of growing medical advancement and new hospital construction for better healthcare. അതായത് നമ്മുടെ മെഡിക്കൽ രംഗത്തെ പ്രോഗ്രസും അതുപോലെ തന്നെ പുതിയ ഹോസ്പിറ്റലുകളും കൺസ്ട്രക്ട് ചെയ്യുന്നത് കാരണം ആശുപത്രികളിൽ ഉണ്ടാകുന്ന വേസ്റ്റിന്റെ അളവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പോഴത്തെ കാലം, അതായത് പ്രസന്റ് സിറ്റുവേഷനും പാസ്റ്റ് സിറ്റുവേഷനും ഒന്ന് കമ്പയർ ചെയ്താൽ മതി. അതായത് ഇപ്പോഴുള്ള ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത് പണ്ട് നമ്മൾ കണ്ടിരുന്ന ഹോസ്പിറ്റലുകളിലേക്കാളും ഇരട്ടിയാണ് അല്ലെ? നമ്മുടെ ചെറുപ്പ സമയത്തൊക്കെ, ചെറുപ്പ കാലഘട്ടത്തിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇത്രയധികം ഹോസ്പിറ്റലുകൾ ഉണ്ടായിരുന്നോ? നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടായിരുന്നോ? കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലെ? നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് ഒന്ന് ഹോസ്പിറ്റൽസും മറ്റൊന്ന് ഹോട്ടലുകളുമാണ്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി അറിയാൻ പറ്റും, രണ്ടും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് അല്ലെ? ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, നേരെ ഹോസ്പിറ്റലിൽ പോയി കിടക്കുക അല്ലെ? രണ്ടും ഉണ്ട്. ഈ രണ്ട് വ്യവസായങ്ങളാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ വ്യവസായം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഹോട്ടൽ ഇൻഡസ്ട്രി ആണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഓരോ ദിവസവും സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണ്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഓക്കെ, അപ്പോ അന്നത്തെ, അതായത് നമ്മൾ പണ്ട് കണ്ടിരുന്ന ഹോസ്പിറ്റലുകളെക്കാളും ഇരട്ടിയാണ് എന്ത് ഇപ്പോഴുള്ള ഹോസ്പിറ്റലുകളുടെ എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ പണ്ട്
നമ്മൾ ഇന്ന് കാണുന്നത്ര നൂതനമായിട്ടുള്ള ടെക്നോളജി, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയോ കാര്യങ്ങളോ ഒന്നും മുമ്പ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാകും. അതായത് അവിടെ നിന്ന് ഇറക്കുമതി, അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്യുന്ന ധാരാളം എക്യുപ്മെന്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഹോസ്പിറ്റലുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാ? അതായത് കാലം മാറി, അതിനനുസരിച്ച് കോലവും മാറുക എന്നുള്ളതാണ്. പണ്ടുണ്ടായിരുന്നതിനേക്കാൾ കുറെ അധികം എക്യുപ്മെന്റുകൾ എവിടെ ഉപയോഗിക്കുന്നുണ്ട്, ഇപ്പോ ഹോസ്പിറ്റലുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ മെഡിക്കൽ രംഗത്തുണ്ടായ പുരോഗതിയും അതുപോലെ തന്നെ ഹോസ്പിറ്റല് എണ്ണം വർദ്ധിക്കുന്നതിന്റെ കാരണം മൂലവും എന്ത് വർദ്ധിക്കുന്നുണ്ട്, ആശുപത്രിയിൽ ഉണ്ടാകുന്ന വേസ്റ്റിന്റെ അളവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് കേട്ടോ, മെഡിക്കൽ അഡ്വാൻസ്മെന്റും അതുപോലെ തന്നെ ന്യൂ ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷനും കൊണ്ടാണ് ഹോസ്പിറ്റൽ വേസ്റ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് കാരണം. ഓക്കെ, ഇനി അടുത്ത ലൈൻ നമുക്ക് നോക്കാം. ബോത്ത് വേസ്റ്റ് ഫ്രം എനി മെഡിക്കൽ പ്രാക്ടീസ് ഇൻ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, ടെസ്റ്റിംഗ് സെന്റേഴ്സ് ആൻഡ് ലബോറട്ടറീസ് ആർ റെഫർഡ് ടു ആസ് ഹെൽത്ത് കെയർ വേസ്റ്റ് ഓർ ബയോമെഡിക്കൽ വേസ്റ്റ്. അതായത് ഹോസ്പിറ്റലുകള്, ടെസ്റ്റിംഗ് സെന്ററുകള്, ലബോറട്ടറികള് എന്നിവിടങ്ങളിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നുള്ള എല്ലാ വേസ്റ്റുകളും ഹെൽത്ത് കെയർ വേസ്റ്റ് അല്ലെങ്കിൽ ബയോമെഡിക്കൽ വേസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അതായത് ഹോസ്പിറ്റലുകളിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിൽ ഉണ്ടായിട്ടുള്ള വേസ്റ്റുകള്, അതുപോലെ തന്നെ ടെസ്റ്റിംഗ് സെന്റർ, ഇപ്പോൾ ഡയഗ്നോസിസുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെ ടെസ്റ്റിംഗ് സെന്റർ ഉണ്ട്, നമുക്ക് രോഗം എന്താണെന്ന് അറിയണമെങ്കിൽ ടെസ്റ്റ് ചെയ്യണം അല്ലെ. അപ്പൊ ടെസ്റ്റിംഗ് സെന്റർ, അതുപോലെ ലബോറട്ടറികള്, ഇവിടെയൊക്കെ അവിടെയൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് പേഷ്യൻസിന് ചെയ്യുന്നത്, അവിടെ ബാലൻസ് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ എന്തായാണ് മാറുന്നത്, വേസ്റ്റുകളായിട്ടാണ് മാറുന്നത് കേട്ടോ. ഒന്നും കൂടി പറയാം. ഹോസ്പിറ്റലുകള്, ടെസ്റ്റിംഗ് സെന്റർ, ലബോറട്ടറികള് എന്നിവിടങ്ങളിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നുള്ള എല്ലാത്തരം വേസ്റ്റുകളെയും ഹെൽത്ത് കെയർ വേസ്റ്റ് അല്ലെങ്കിൽ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ എവിടെ നിന്നാണ് ഇത് ഉണ്ടാവുന്നത്? ഹോസ്പിറ്റലുകളിൽ ഉണ്ടാവാം, ലബോറട്ടറീസിൽ ഉണ്ടാവാം, ടെസ്റ്റിംഗ് സെന്ററിലൊക്കെ എന്തുണ്ടാകാം, വേസ്റ്റുകൾ ഉണ്ടാകാം. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? The next one, healthcare workers, the general public and the nearby flora and fauna are all at risk from hospital trash. അപ്പോ ഈ ഹോസ്പിറ്റൽ വേസ്റ്റ് എന്ന് പറയുന്നത് ശരിയായി മാനേജ് ചെയ്യാത്തത് മൂലം കുറെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാവാന്നാണ് പറയുന്നത്. ഓക്കെ, ഹോസ്പിറ്റൽ വേസ്റ്റ് ശരിയായി മാനേജ് ചെയ്യാത്തത് മൂലം കുറെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാവാം. ആർക്കൊക്കെയാണ് ആ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? പ്രോബ്ലം ആരൊക്കെയാണ് ഫേസ് ചെയ്യുന്നത്? നമുക്ക് നോക്കാം. ഹെൽത്ത് കെയർ വർക്കേഴ്സ്, അതായത് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ആളുകള്, ഡോക്ടർമാര് വരാം, നഴ്സുമാര് വരാം, മറ്റ് സ്റ്റാഫുകൾ വരാം, അങ്ങനെ കുറെ അധികം ആളുകളെയാണ് നമ്മുടെ ഹെൽത്ത് കെയർ വർക്കേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം. ദെൻ ജനറൽ പബ്ലിക്, പൊതുജനം, ആശുപത്രിയിൽ വരുന്ന അല്ലെങ്കിൽ ആശുപത്രി വിസിറ്റ് ചെയ്യുന്ന സാധാരണ ജനങ്ങൾ, അവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകാം. ആൻഡ് ദ നിയർ ബൈ ഫ്ലോറ ആൻഡ് ഫോണ, അതായത് ആ ആശുപത്രിയുടെ ചുറ്റുവട്ടത്ത് വസിക്കുന്ന, സമീപ പ്രദേശങ്ങളിൽ വസിക്കുന്ന സസ്യജന്തുജാലങ്ങൾക്ക് കേട്ടോ. ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറയുന്നത് എന്താ? സസ്യജന്തുജാലങ്ങൾ, അവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റൽ വേസ്റ്റ് ശരിയായി ഡിസ്പോസൽ ചെയ്യാത്തത് കൊണ്ട് ഹെൽത്ത് കെയർ വർക്കേഴ്സ്, അതുപോലെ തന്നെ ജനറൽ പബ്ലിക്, അതുപോലെ തന്നെ ഫ്ലോറ ആൻഡ് ഫോണ, സസ്യജന്തുജാലങ്ങൾ എന്നിവയ്ക്ക് പ്രശ്നങ്ങൾ നേരിടാം. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കാം. ഹോസ്പിറ്റൽ ആൻഡ് അതർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഇഷ്യൂസ് വിത്ത് വേസ്റ്റ് ഡിസ്പോസൽ ഹാവ് ഗ്രോൺ ടു ബി എ കോസ് ഓഫ് റൈസിംഗ് കൺസേൺ. അപ്പോ ആശുപത്രികളിലും മറ്റ് ആരോഗ്യ സ്ഥാപനങ്ങളിലും വേസ്റ്റുകള് ശരിയായി ഡിസ്പോസല് ചെയ്യപ്പെടാത്തത് കൊണ്ട് വളരെ അധികം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് വളരെ വലിയ ഒരു കൺസേൺ അല്ലെങ്കിൽ ആശങ്കയോട് കൂടിയാണ് ഇപ്പോ ഹെൽത്ത് കെയർ മേഖല ഈ ഒരു കാര്യം നോക്കിക്കാണുന്നത്. അപ്പോ ശരിയായിട്ട് എന്ത് ചെയ്യണം? ഡിസ്പോസൽ ചെയ്യണം, അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും ഇത്തരത്തിലുള്ള കുറെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഈ ഒരു കൺസേൺ നമ്മുടെ WHO ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. WHO എന്താ?
WHO ആരാ? WHO ആരാ? പഠിച്ചിട്ടുണ്ടല്ലോ. കമന്റ് ചെയ്തേ WHO. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലേ? യെസ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. അപ്പൊ ഈ ഒരു കൺസേൺ അവരുടെ ശ്രദ്ധയിൽ പെട്ടത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അതുകൊണ്ട് തന്നെ WHO മുൻഗണന കൊടുത്ത് എല്ലാ ഹോസ്പിറ്റലുകളിലും നടപ്പിലാക്കുന്ന ഒരു വിഭാഗമാണെന്ത്? ബയോ മെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ, അപ്പൊ WHO ആണ് ഇത് ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് കുറേയധികം സംസാരിക്കുകയും ഇതിനെക്കുറിച്ച്, അതായത് എല്ലാ ഹോസ്പിറ്റലുകളിലും വേസ്റ്റ് കറക്റ്റ് ആയിട്ട് ഡിസ്പോസൽ ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയും അതനുസരിച്ച് എല്ലാ ഹോസ്പിറ്റലുകളിലും ഈ ഒരു ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട്. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. The majority of nations worldwide, especially developing countries, are facing a difficult situation as a result of environmental pollution caused by pathological waste generated by growing populations and the resulting rapid growth in the number of healthcare centers. അതായത് ലോകത്തിലെ പല രാജ്യങ്ങളും, പ്രത്യേകിച്ച് ഡെവലപ്പിംഗ് കൺട്രീസ്, അതായത് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൺട്രീസ്, ഫോർ എക്സാമ്പിൾ ഇന്ത്യ. ഓക്കെ, ഡെവലപ്പിംഗ് കൺട്രീസ് ആണ്, ഡെവലപ്ഡ് കൺട്രി അല്ല. അമേരിക്ക അതുപോലെ തന്നെ ചൈന പോലുള്ള ഡെവലപ്ഡ് കൺട്രീസ് അല്ല, ഡെവലപ്പിംഗ് കൺട്രീസ്. ഇപ്പോ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, ഇപ്പൊ വികസിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോ ലോകത്തിലെ പല രാജ്യങ്ങളും പ്രത്യേകിച്ചും ഡെവലപ്പിംഗ് കൺട്രീസില് പോപ്പുലേഷൻ ഇൻക്രീസ് ഉണ്ട്. അതായത് പോപ്പുലേഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ പോപ്പുലേഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്? നമ്മുടെ ഇന്ത്യയില് പോപ്പുലേഷൻ കൂടിയാണോ കുറഞ്ഞാണോ ഇരിക്കുന്നത്? ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? കൂടിക്കൊണ്ടിരിക്കുവാണ്, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അല്ലെ? ഓക്കെ, അപ്പൊ ഈ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഹോസ്പിറ്റൽസും ഇൻക്രീസ് ചെയ്യും അല്ലെ? ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഹോസ്പിറ്റലുകളുടെ എണ്ണത്തിലും മാറ്റങ്ങൾ വരും, അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളുടെ എണ്ണവും കൂടും. അപ്പോ ഈ ഹോസ്പിറ്റൽ ഇൻക്രീസ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന വേസ്റ്റുകൾ, പ്രത്യേകിച്ച് പാത്തോളജി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെ, ഹ്യൂമൻ ബോഡിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന വേസ്റ്റുകൾ എന്തൊക്കെയാണ്? ബ്ലഡ് വരാം, യൂറിൻ വരാം, ടിഷ്യൂ വരാം അല്ലെ? അപ്പൊ മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേസ്റ്റുകള് കൂടുകയും, ഒന്നുകൂടി ഞാൻ പറയാം, ഒന്നുകൂടി ശ്രദ്ധിച്ചു കേട്ടിട്ടുള്ളൂ. ലോകത്തിലെ പ്രത്യേകിച്ചും ഡെവലപ്പിംഗ് കൺട്രീസ് എന്താണ്? ഡെവലപ്പിംഗ് കൺട്രീസിലെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് ഹോസ്പിറ്റലുകളും ഇൻക്രീസ് ചെയ്യുന്നു. ഹോസ്പിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നത് മൂലം പാത്തോളജിയുമായി ബന്ധപ്പെട്ട മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേസ്റ്റുകളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഉള്ള വേസ്റ്റുകള് ശരിയായി ഡിസ്പോസൽ ചെയ്യാത്തത് മൂലം എൻവയൺമെന്റ് പൊല്യൂഷൻ വർദ്ധിക്കുകയും പല ഡിഫിക്കൽട്ടീസ് നേരിടുകയും ചെയ്യുന്നു. അതാണ് ആ പാരഗ്രാഫ് പറഞ്ഞു നിർത്തുന്നത് കേട്ടോ. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് നോക്കാം നമുക്ക്. വാട്ട് ഈസ് ബയോമെഡിക്കൽ വേസ്റ്റ്? BMW. ഓക്കെ, biomedical waste or hospital waste is any kind of waste containing infectious or potentially infectious materials produced during the treatment of both the people and animals as well as during study involving biologics. എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്? ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ വേസ്റ്റ് എന്നത് രോഗാണുക്കൾ ഉള്ളതോ, ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് ഇസ് എനി കൈൻഡ് ഓഫ് വേസ്റ്റ് കണ്ടെയ്നിങ് ഇൻഫെക്ഷ്യസ്, രോഗാണുക്കൾ ഉള്ളതോ, ഓർ പൊട്ടൻഷ്യലി ഇൻഫെക്ഷ്യസ്, എന്താണ് രോഗം പകരാൻ സാധ്യതയുള്ളതോ, അതാണ് പൊട്ടൻഷ്യലി ഇൻഫെക്ഷ്യസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കണ്ടെയ്നിങ് ഇൻഫെക്ഷ്യസ് എന്ന് പറഞ്ഞാൽ രോഗാണുക്കൾ ഉള്ളത്, ഓർ പൊട്ടൻഷ്യലി ഇൻഫെക്ഷ്യസ് മീൻസ് രോഗം
പടരാനായിട്ട് സാധ്യത ഉള്ളതോ ആയ ഏതെങ്കിലും തരത്തിലുള്ള മാലിന്യങ്ങളാണ്. ഒന്നുകൂടി പറഞ്ഞു തരാം. ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ വേസ്റ്റ് എന്നത് രോഗാണുക്കൾ ഉള്ളതോ രോഗം പകരാൻ സാധ്യതയുള്ളതോ ആയ ഏതെങ്കിലും തരത്തിലുള്ള മാലിന്യങ്ങളാണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇത്രയും പറഞ്ഞത് ഓക്കെ ആണോ? ഫുള്ളായിട്ടില്ല കേട്ടോ പറഞ്ഞത്, ബാക്കി പറയാം. അതായത് ഇത് എപ്പോഴാണ് ഉണ്ടാകുന്നത്? അതായത് മനുഷ്യരെയും മൃഗങ്ങളെയും ചികിത്സിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നതും കൂടാതെ ബയോളജിക്കലായ പഠനങ്ങൾ നടത്തുമ്പോൾ ഉണ്ടാകുന്നതുമാണ്. ഓക്കെ, അപ്പൊ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത് രോഗാണുക്കൾ ഉള്ളതോ രോഗം പടർത്താനായിട്ട് സാധ്യതയോ ഉള്ളതോ ആയ വേസ്റ്റുകളെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്. ഇതെപ്പോഴാണ് ഉണ്ടാകുന്നത്? മനുഷ്യരെയും മൃഗങ്ങളെയും ചികിത്സിക്കുന്ന സമയത്തുണ്ടാകാം. അതുമല്ലെങ്കിൽ ഈ ബയോളജിക്കൽ ആയിട്ടുള്ള പഠനങ്ങൾ ഗവേഷണങ്ങൾ നടത്തുന്ന സമയത്തും ഇത് ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ചെറിയ ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം. ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലുകളിലുള്ള ബയോമെഡിക്കൽ വേസ്റ്റ് പറയാം കേട്ടോ. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന, അതായത് ഹോസ്പിറ്റലിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന യൂസ്ഡ് നീഡിൽ ആൻഡ് സിറഞ്ച് അല്ലെ, അതായത് യൂസ് ചെയ്തിട്ടുള്ള നീഡിലുകളും സിറഞ്ചുകളും ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലേ? യൂസ്ഡ് ആയിട്ടുള്ള നീഡിലുകളും സിറഞ്ചുകളും ആണോ? യെസ്. ഓക്കെ. Then blood soaked cotton bandage and dressing. ബ്ലഡ് പറ്റിപ്പിടിച്ചിരിക്കുന്ന കോട്ടനുകള്, ബാൻഡേജുകള്, അതുപോലെ ഡ്രസ്സിങ്ങുകള്, ഇതൊക്കെ ബയോമെഡിക്കൽ വേസ്റ്റ് ആണ് അല്ലെ. അതുപോലെ തന്നെ ബോഡി ടിഷ്യൂസ് ഓർ ഓർഗൻസ് റിമൂവഡ് ഡ്യൂറിങ് സർജറി. ബോഡി ടിഷ്യൂസ് എന്താ പറയാ, അതായത് സർജറി സമയത്ത് നീക്കം ചെയ്യപ്പെട്ടിട്ടുള്ള ടിഷ്യൂ, ബോഡി ടിഷ്യൂ അല്ലെങ്കിൽ അവയവങ്ങൾ, ഓർഗൻസ്, ഇതൊക്കെ എന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റ് ആണ്. ദെൻ യൂസ്ഡ് ഗ്ലൗസ്, മാസ്ക്, PPE കിറ്റ്സ്, നമ്മൾ ഉപയോഗിച്ചതിന് ശേഷമുള്ള ഗ്ലൗസുകള്, മാസ്കുകള്, PPE പോലുള്ളവ. അതുപോലെ തന്നെ ലബോറട്ടറി സ്പെസിമെൻ, ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന സാമ്പിളുകൾ, ഇതൊക്കെ എന്താണ്? ഞാൻ കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇതൊക്കെ എന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റ് ആണ്. ഹോസ്പിറ്റലുകളിൽ ഉണ്ടാകുന്ന ബയോമെഡിക്കൽ വേസ്റ്റിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, to lessen the quantity of waste that must be treated as noxious waste. അതായത് ആദ്യം തന്നെ പറയുന്നത് അപകടകാരിയായിട്ടുള്ള, ഹസാഡസ്, നോക്സിയസ് മീൻസ് ഹസാഡസ് കേട്ടോ, ഹസാഡസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അപകടകാരിയായിട്ടുള്ള വേസ്റ്റുകളുടെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് അളവ് കുറയ്ക്കാനായിട്ട് സാധിക്കുക? അതായത് ഹസാഡസ് ഉണ്ട്, നോൺ ഹസാഡസ് ഉണ്ട്. അപകടകാരിയായതും അപകടകാരി അല്ലാത്തതുമായിട്ടുള്ള വേസ്റ്റുകൾ ഉണ്ട്. അവയെ തമ്മിൽ പരസ്പരം സെപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹസാഡസ് വേസ്റ്റിന്റെ അളവ് കുറയ്ക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ പോയിന്റ്, to lessen the possibility risk to noxious healthcare waste for workers. അതുപോലെ തന്നെ ജീവനക്കാര്, അതായത് അവിടെ ജോലി ചെയ്യുന്ന ആളുകള്, വേസ്റ്റുകളൊക്കെ ആയിട്ട് കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്ന, ഇന്ററാക്ട് ചെയ്യുന്ന ആളുകള് ഹസാഡസ് വേസ്റ്റുമായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അതായത് അപകടമുള്ള വേസ്റ്റുകൾ, ഹസാഡസ് വേസ്റ്റ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് വർക്കേഴ്സ് എന്ത് ചെയ്യണം? കൂടുതൽ പ്രൊട്ടക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ പ്രിക്കോഷൻസ് എടുക്കണം. അതായത് അത് ഡിസ്പോസൽ ചെയ്യുന്ന സമയത്തൊക്കെ ആവശ്യമായിട്ടുള്ള സുരക്ഷാ നടപടികൾ സ്വീകരിച്ചിരിക്കണം. മൂന്നാമത്തെ പോയിന്റ്, ടു റെഡ്യൂസ് ദ പ്രൈസ് ഓഫ് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്. അതുപോലെ തന്നെ ഈ ഡിസ്പോസൽ നടത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്താ പറയാ, ശുചീകരിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയാ നശീകരണം നടത്തുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെലവുകൾ കുറയ്ക്കണം. ഓക്കെ, എക്സ്പെൻസ് കുറയ്ക്കണം. ഓക്കെ, the last one, to enable the reuse of non-hazardous general waste. പിന്നെ നമുക്കറിയാം അപകടകരമല്ലാത്ത വേസ്റ്റുകൾ ഉണ്ട്, നോൺ ഹസാഡസ് വേസ്റ്റ്, അത് റീയൂസ് ചെയ്യാമെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ.
ഈ 4 കാര്യങ്ങളാണ് എന്ത് ഒബ്ജക്റ്റീവ്സ് ഓഫ് BMW അഥവാ ബയോമെഡിക്കൽ വേസ്റ്റിൽ വരുന്നത്. ക്ലിയർ ആണോ? ജസ്റ്റ് വായിച്ചാൽ മതി അത് കേട്ടോ. ഇത്രയും വലിയ സെന്റൻസ് ഒന്നും ചോദിക്കില്ല എക്സാമിൽ. ഓക്കെ അല്ലേ? ബാക്കിയുള്ളവര് ഇനി നെക്സ്റ്റ് വൺ, ഹൂ ഈസ് അറ്റ് റിസ്ക്. ആർക്കൊക്കെയാണ് റിസ്ക് വരുന്നത്? ഈ ബയോമെഡിക്കൽ വേസ്റ്റ് കൈകാര്യം ചെയ്യുമ്പോൾ ആർക്കൊക്കെയാണ് കൂടുതൽ അപകട സാധ്യത? ആരാണ് റിസ്കുകൾ കൂടുതലായിട്ട് അവരെ ബാധിക്കുന്നത്? ആർക്കൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ നമുക്കറിയാം, ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ്, ഡോക്ടർമാർക്കും നഴ്സുമാർക്കും. സെക്കൻഡ് വൺ, പേഷ്യൻസ്, രോഗികള്. തേർഡ് വൺ, ഹോസ്പിറ്റൽ സപ്പോർട്ട് സ്റ്റാഫ്, മറ്റ് സ്റ്റാഫുകൾ. ദെൻ സപ്പോർട്ട് സ്റ്റാഫ്, വേസ്റ്റ് കളക്ഷൻ ആൻഡ് ഡിസ്പോസൽ സ്റ്റാഫ്. ഓക്കെ, അതായത് ഈ വേസ്റ്റുകൾ ഡിസ്പോസൽ ചെയ്യുന്നതും അതുപോലെ തന്നെ കളക്ട് ചെയ്യുന്നതുമായിട്ടുള്ള സ്റ്റാഫുകളുണ്ട്, അവർക്കും റിസ്ക് വരാം. ദെൻ ജനറൽ പബ്ലിക് ആൻഡ് ദ എൻവയൺമെന്റ്, പിന്നെ സാധാരണ ജനങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതി അഥവാ എൻവയൺമെന്റിനും എന്ത് വരാം? റിസ്ക് വരാം. ഓക്കെ, അപ്പൊ ഡോക്ടർ ആൻഡ് നഴ്സസ്, പേഷ്യൻസ്, ഹോസ്പിറ്റൽ സപ്പോർട്ട് സ്റ്റാഫ്, സപ്പോർട്ട് സ്റ്റാഫ്, വേസ്റ്റ് കളക്ഷൻ ആൻഡ് ഡിസ്പോസൽ സ്റ്റാഫ്, ജനറൽ പബ്ലിക് ആൻഡ് ദ എൻവയൺമെന്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം നമുക്ക് സോഴ്സസ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. ഈ ബയോമെഡിക്കൽ വേസ്റ്റിന്റെ പ്രധാനപ്പെട്ട ഉറവിടങ്ങൾ അഥവാ സോഴ്സ് എന്താണ്? എന്തിൽ നിന്നൊക്കെയാണ് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. അത് എന്താണെന്ന് വായിക്കാം. ദ പ്രൈമറി കോൺട്രിബ്യൂട്ടർ ടു ദ പ്രൊഡക്ഷൻ ഓഫ് മെഡിക്കൽ വേസ്റ്റ് ആർ പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഴ്സസ്. അതായത് മെഡിക്കൽ വേസ്റ്റ് ഉണ്ടാകുന്നതിനുള്ള പ്രധാന ഉറവിടങ്ങൾ പ്രൈമറി സോഴ്സും സെക്കൻഡറി സോഴ്സുമാണ്. പ്രധാനമായിട്ടും ബയോമെഡിക്കൽ വേസ്റ്റ് ഉണ്ടാകുന്നതിന് 2 ഉറവിടങ്ങളുണ്ട്. ഒന്ന് പ്രൈമറി സോഴ്സ് ആണ്, മറ്റൊന്ന് സെക്കൻഡറി സോഴ്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോ ഈ പ്രൈമറി സോഴ്സിൽ നിന്നും സെക്കൻഡറി സോഴ്സിൽ നിന്നുമാണ് എന്തുണ്ടാകുന്നത്? ഈ ഒരു ബയോമെഡിക്കൽ വേസ്റ്റ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് നോക്കാം നമുക്ക്, അടുത്ത പേജാണ് കേട്ടോ. പ്രൈമറി സോഴ്സസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Primary sources include waste created in a hospital, medical college, nursing center, dialysis centers, maternity homes, blood bank, research lab, immunization center, autopsy center. Primary sources എന്ന് പറയുന്നത് എന്തൊക്കെയാ? ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഉണ്ടാകുന്ന പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഹോസ്പിറ്റലുകളാണ്. ഹോസ്പിറ്റൽസിൽ നിന്നാണ് ഒരു വേസ്റ്റ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ബയോമെഡിക്കൽ വേസ്റ്റ് ഉണ്ടാകുന്നത്. അതൊരു പ്രൈമറി സോഴ്സ് ആണ്. പിന്നെ മെഡിക്കൽ കോളേജുകളിൽ നിന്നും എന്തുണ്ടാവാറുണ്ട്? ബയോമെഡിക്കൽ വേസ്റ്റ് ഉണ്ടാവാറുണ്ട്. നഴ്സിംഗ് സെന്ററുകളിൽ നിന്നുണ്ടാകുന്നു, ഡയാലിസിസ് നടത്തുന്ന സെന്ററുകളിൽ നിന്നുണ്ടാകുന്നു, മെറ്റേണിറ്റി ഹോംസിൽ നിന്നുണ്ടാകുന്നു, ബ്ലഡ് ബാങ്കിൽ നിന്നുണ്ടാകുന്നു, റിസർച്ച് ലാബുകളിൽ നിന്നുണ്ടാകുന്നു, ഇമ്മ്യൂണൈസേഷൻ സെന്റേഴ്സിൽ നിന്നുണ്ടാകുന്നു, ഓട്ടോപ്സി സെന്ററുകളിൽ നിന്നുണ്ടാകുന്നു. ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അതായത് പേഷ്യന്റ് ഇവിടെയൊക്കെ വരുന്നുണ്ട്, ഹോസ്പിറ്റലുകളിൽ പേഷ്യന്റ് വരുന്നുണ്ട്, മെഡിക്കൽ കോളേജിൽ വരുന്നുണ്ട്, നഴ്സിംഗ് സെന്റർ അല്ലെ, പല കാര്യങ്ങൾ, ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ നിന്നൊക്കെ വേസ്റ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. മെഡിക്കൽ കോളേജിൽ പലതരത്തിലുള്ള ഗവേഷണങ്ങളും പലതരത്തിലുള്ള സ്റ്റഡീസും ചികിത്സയും ഒക്കെ നടത്തുന്നുണ്ട്, അവിടെ വേസ്റ്റുകൾ ഉണ്ടാകാം. നഴ്സിംഗ് സെന്ററിൽ ഉണ്ടാകാം, പിന്നെ ഡയാലിസിസ് നടത്തുന്ന സെന്ററുകൾ ഉണ്ടാകാം, മെറ്റേണിറ്റി ഹോംസ് അല്ലെ, പ്രസവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത്തരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ടാകാം, ബ്ലഡ് ബാങ്ക്, ഓക്കെ, പിന്നെ റിസർച്ച് ലാബ്, പലതരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ടാവാം, ഇമ്മ്യൂണൈസേഷൻ സെന്റേഴ്സ്, വാക്സിനുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേസ്റ്റുകൾ ഉണ്ടാകാം, ഓട്ടോപ്സി സെന്റർ. ഓക്കെ, അപ്പൊ ഇവിടെ നിന്നൊക്കെ എന്തുണ്ടാകുന്നു? വേസ്റ്റുകൾ ഉണ്ടാകുന്നു. ഇതിനെ പ്രൈമറി സോഴ്സ് എന്നാണ് പറയുന്നത്. ഒരു സെക്കൻഡ് കേട്ടോ. ഓക്കെ, അപ്പൊ പ്രൈമറി സോഴ്സ് എന്താണെന്ന് മനസ്സിലായില്ലേ? എവിടെ നിന്നൊക്കെയാണ് ഉണ്ടാകുന്നതെന്ന്?
ഏതൊക്കെയാണ് പ്രൈമറി സോഴ്സ് നോക്കിയാണോ? മനസ്സിലായോ? ഓക്കെ. ഇനി നമുക്ക് സെക്കൻഡറി സോഴ്സ് നോക്കാം. ഓക്കെ, സെക്കൻഡറി സോഴ്സ് എന്ന് പറഞ്ഞാല് ഓൺ ദ അതർ ഹാൻഡ് മറ്റൊരു രീതിയിൽ പറയുവാണെങ്കിൽ ഇൻക്ലൂഡ് ഹൗസ് ഹോൾഡ്സ്, അതായത് വീടുകളിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റുകൾ സെക്കൻഡറി സോഴ്സ് ആണ് കേട്ടോ. ഇൻഡസ്ട്രീസ്, വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റുകൾ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റുകൾ, ഇതൊക്കെയാണ് സെക്കൻഡറി സോഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് പറഞ്ഞോട്ടെ. ഇതുവരെ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെയാണ്, ഡൗട്ട് ഒന്നുമില്ലല്ലോ ഇത്രയും വരെ എടുത്തതില്? ഇല്ല. നമുക്ക് അടുത്തത് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. 8 categories of medical waste are presented by the World Health Organization. WHO ബയോമെഡിക്കൽ വേസ്റ്റിനെ, മെഡിക്കൽ വേസ്റ്റിനെ 8 കാറ്റഗറി ആയിട്ട് തിരിക്കുന്നുണ്ട്. ഓക്കെ, WHO എന്ത് ചെയ്യുന്നുണ്ട്? മെഡിക്കൽ വേസ്റ്റിനെ 8 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് വരുന്നത് ജനറൽ വേസ്റ്റ് ആണ്. ജനറൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മെഡിക്കൽ വേസ്റ്റിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ഹോസ്പിറ്റലുകളിലുള്ള വേസ്റ്റുകളാണ് പറയുന്നത്. ജനറൽ വേസ്റ്റിൽ എന്തൊക്കെ വരാം? ജനറൽ വേസ്റ്റ് സാധാരണയായിട്ട് വരുന്ന വേസ്റ്റുകൾ അല്ലെ? എന്തൊക്കെയാ? പൊതുവായിട്ടുള്ള. ഓക്കെ, അതായത് ഫുഡ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഹോസ്പിറ്റലുകളിൽ രോഗികൾ കഴിക്കുന്ന അല്ലെങ്കിൽ വിസിറ്റേഴ്സ് ഒക്കെ കഴിക്കുന്ന അല്ലെങ്കിൽ മറ്റ് സ്റ്റാഫുകളൊക്കെ കഴിക്കുന്ന ഭക്ഷണം. ഓക്കെ, അതുപോലെ തന്നെ പേപ്പറുകൾ, ഹോസ്പിറ്റലുകളിലെ പേപ്പറുകൾ യൂസ് ചെയ്യാറില്ലേ? ന്യൂസ് പേപ്പർ യൂസ് ചെയ്യാറുണ്ട്, ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യാറുണ്ട് അല്ലെ? ഇതൊക്കെ എന്താ വരുന്നേ? ജനറൽ വേസ്റ്റിലാണ് ഇതിനെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ഫുഡ് ആൻഡ് പേപ്പർ, ദാറ്റ് ഈസ് ജനറൽ വേസ്റ്റ്. ബാക്കിയും ഉണ്ട് കേട്ടോ, വേറെയും ഉണ്ട്. ഇപ്പൊ കിട്ടുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. എക്സാമ്പിള് ഫുഡ് ആൻഡ് പേപ്പർ ജനറൽ വേസ്റ്റ് ആണ്. നെക്സ്റ്റ് പാത്തോളജിക്കൽ വേസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് പാത്തോളജി എന്നുമായി ബന്ധപ്പെട്ട ഇൻട്രൊഡക്ഷനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് പാത്തോളജിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കും? ആരുമായിട്ടാണ് ബന്ധം പാത്തോളജിക്കൽ വേസ്റ്റ്? ഹ്യൂമൻ ബോഡിയുമായിട്ടല്ലേ? ഓക്കെ, അതായത് പാത്തോളജിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത് ബോഡി ഓർഗൻസ്, ശരീരഭാഗങ്ങള്, അതുപോലെ ബോഡിയിലുള്ള ടിഷ്യൂസ്, ബ്ലഡ്, ഇത്തരത്തിലുള്ള വേസ്റ്റുകളാണ് എന്ത്? പാത്തോളജിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ബോഡി ഓർഗൻസ്, ടിഷ്യൂസ് ആൻഡ് ബ്ലഡ്, പാത്തോളജിക്കൽ വേസ്റ്റ്. നെക്സ്റ്റ് വൺ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ആണ്. റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എന്താ ഉദ്ദേശിക്കുന്നത്? റേഡിയോ ഐസോട്ടോപ്പ് അല്ലെ? കേട്ടിട്ടുണ്ടോ? റേഡിയേഷൻ ചികിത്സ, ക്യാൻസർ രോഗികൾക്കൊക്കെ എന്ത് കൊടുക്കാറുണ്ട്? റേഡിയേഷൻ കൊടുക്കാറില്ലേ? റേഡിയേഷൻ ട്രീറ്റ്മെന്റ് നടത്താറുണ്ട് അല്ലെ? കീമോതെറാപ്പി പോലുള്ള. ഓക്കെ, അപ്പോ അതിൽ വരുന്ന വേസ്റ്റുകളാണ് എന്ത്? റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ കെമിക്കൽ വേസ്റ്റ് ആണ്. പലതരത്തിലുള്ള കെമിക്കലുകൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ? ഡിസിൻഫെക്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, ഫോർമാലിൻ യൂസ് ചെയ്യാറുണ്ട്, പിന്നെ മറ്റു പല കെമിക്കൽസും എവിടെ യൂസ് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഹോസ്പിറ്റലുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ നമുക്ക് കെമിക്കൽ വേസ്റ്റ് എന്ന് പറയാം കേട്ടോ. ഡിസിൻഫെക്ടേഴ്സ്, ഫോർമാലിൻ, then other chemicals. Then next one, infectious to potentially infectious waste. എന്താണ്? രോഗാണുക്കളുള്ള മാലിന്യങ്ങൾ. രോഗാണുക്കളുള്ള മാലിന്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ അതിനകത്ത് വരുന്നേ? അതായത് ബ്ലഡഡ് കോട്ടൺ, ബാൻഡേജ്, രക്തം പറ്റിപ്പിടിച്ചിരിക്കുന്ന കോട്ടനുകള്, പഞ്ഞികള് അല്ലെ? നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, നിങ്ങൾ ഹോസ്പിറ്റലൊക്കെ പോകുന്ന സമയത്ത് നമ്മളുടെ ബ്ലഡ് എടുക്കുന്ന സമയത്ത് പഞ്ഞി വെക്കും അല്ലെ? ചെറുതായിട്ട് പഞ്ഞി വെക്കും. പഞ്ഞി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ആ പഞ്ഞി എന്ത് ചെയ്യും? ബിന്നിൽ ഡെപ്പോസിറ്റ് ചെയ്യോ താഴ്ത്തിടും? എന്താ ചെയ്യുന്നേ? എന്താ ചെയ്യാ? ബിന്നിലാണോ ഇടുന്നേ?
അല്ലെങ്കിൽ വെറുതെ താഴ്ത്തിടുക, നല്ല കാര്യം. വിരലിടണം കേട്ടോ. ഓക്കെ, ഒരിക്കലും നമ്മൾ വെറുതെ താഴ്ത്തിടാനായിട്ട് പാടില്ല, കാരണം അത് ഇൻഫെക്ഷ്യസ് ആണ്, രോഗാണുക്കൾ പടർത്താനായിട്ട് ശേഷിയുണ്ട്. ഓക്കെ, അപ്പോ ഈ ഒരു ഇൻഫെക്ഷ്യസ് ടു പൊട്ടൻഷ്യലി ഇൻഫെക്ഷ്യസ് വേസ്റ്റിൽ വരുന്നത് ബ്ലഡ് കോട്ട് ആൻഡ് ബാൻഡേജ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഷാർപ്സ് ആണ്. ഷാർപ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മൂർച്ചയുള്ള അല്ലെങ്കിൽ ഷാർപ്പ് ആയിട്ടുള്ള വേസ്റ്റുകൾ ഉണ്ട്. എന്തൊക്കെയാ? ആ ഇതുണ്ട്, നമ്മുടെ സൂചി, ബ്ലേഡ്, ഇതൊക്കെ ഉപയോഗിക്കാറില്ലേ? നീഡിലുകള്, സിറഞ്ച്, അതൊക്കെയാണ് ഷാർപ്സിൽ വരുന്നത് കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ് ആണ്. എന്താണ് ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്? എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള മെഡിസിൻസ് കേട്ടോ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള മെഡിസിൻസ് ആണ് എന്ത് ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ്. എന്താണ് പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ് എന്ന് പറയുന്നത്? ആർക്കെങ്കിലും പറയാമോ പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ്? നമുക്ക് നോക്കാം. പ്രഷറൈസ്ഡ് കണ്ടെയ്നർ വേസ്റ്റ് മീൻസ് വേസ്റ്റ് മേഡ് അപ്പ് ഓഫ് ബോത്ത് ഫുൾ ഓർ എംപ്റ്റി കണ്ടെയ്നേഴ്സ് വിത്ത് പ്രഷറൈസ്ഡ് ലിക്വിഡ്സ്, ഗ്യാസ് ഓർ പൗഡേർഡ് മെറ്റീരിയൽസ് ഇൻക്ലൂഡിംഗ് ഗ്യാസ് കണ്ടെയ്നേഴ്സ് ആൻഡ് എയറോസോൾ ക്യാൻസ്. അതായത് ഉയർന്ന മർദ്ദമുള്ള ഹൈ പ്രഷറിലുള്ള ദ്രാവകങ്ങള് അല്ലെങ്കിൽ പലതരത്തിലുള്ള എന്താ പറയാ, ഇപ്പോ അത് ലിക്വിഡ് ആകാം, ഗ്യാസ് ആകാം, പൗഡേർഡ് മെറ്റീരിയൽ ആകാം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഹൈ പ്രഷറിൽ സൂക്ഷിക്കുന്നതാണ് എന്ത് പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഓക്സിജൻ സിലിണ്ടർ, അതുപോലെ തന്നെ നൈട്രസ് ഓക്സൈഡ് സിലിണ്ടർ എന്നിവ പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഹോസ്പിറ്റലുകളിൽ കാണാറുണ്ട്. അപ്പൊ ഇതിന്റെ വേസ്റ്റും ഉണ്ടാവാറുണ്ടെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്? ഓക്കെ അല്ലേ? നമുക്ക് ഇന്ന് ഇത്രയും എടുത്താൽ മതി. ഞാൻ മൈക്ക് ഓൺ ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഡൗട്ട് ഒന്നുമില്ല ആർക്കും? രണ്ടു തരം ആളുകൾക്കാണ് ഡൗട്ട് ഇല്ലാതിരിക്കുക. ആർക്കൊക്കെയാണെന്ന് അറിയാമോ? ആർക്കൊക്കെയാ? രണ്ടു തരം കൂട്ടർക്ക് ഡൗട്ട് ഉണ്ടാവില്ല. ആർക്കൊക്കെയാ? ഒന്ന്, എല്ലാം മനസ്സിലായവർക്ക്. രണ്ടാമത്തത് ഒന്നും മനസ്സിലാകാത്തവർക്ക്. ഇതില് ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ വരുന്നത്? ഫസ്റ്റ് കാറ്റഗറി ആണോ സെക്കൻഡ് കാറ്റഗറി ആണോ? ഒന്നും അറിയില്ല. ഒന്നും അറിയാഞ്ഞിട്ടാണോ അതിന് ചോദിക്കാത്തതൊന്നും? ഫസ്റ്റ് കാറ്റഗറിയാണ്, എല്ലാം മനസ്സിലായി. ഓക്കെ, സീജ ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നതാണ്. ഫസ്റ്റ് കാറ്റഗറിയാണ്, ഞാൻ കറക്റ്റ് പറഞ്ഞു. ഓക്കെ, ഞാനത് ക്ലാസ്സുകളിൽ ചോദിക്കാറുണ്ട്. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഡൗട്ട് ചോദിക്കാറില്ല ആരും. അപ്പൊ ഞാൻ അവരോട് ചോദിക്കും, എനിക്ക് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ ചോദിക്കും അങ്ങനെ, ആദ്യത്തെ കാറ്റഗറി ആണോ രണ്ടാമത്തെ കാറ്റഗറി ആണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ആദ്യത്തെ കാറ്റഗറി എന്നാണ് എല്ലാവരും പറയുക. നോക്സിയസ് മീൻസ് അപകടകാരിയായിട്ടുള്ള കേട്ടോ, ഡേഞ്ചർ ആയിട്ടുള്ള, അതാണ് ഉദ്ദേശിക്കുന്നത്. ഡേഞ്ചർ. കഴിഞ്ഞ ക്ലാസ്സിലെ മോക്ക് ടെസ്റ്റ് എല്ലാവരും ചെയ്തായിരുന്നോ? എല്ലാവർക്കും കിട്ടിയോ?
എല്ലാ ദിവസവും മുടങ്ങാതെ മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അല്ലെങ്കിൽ എക്സാം അടുക്കാറാകുന്ന സമയമായിരിക്കും മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത്. അപ്പൊ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ വരും. എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ കൂടിയും റെക്കോർഡ് ക്ലാസ് കണ്ടിട്ട് ഒന്ന് മോക്ക് ടെസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വെനസ്ഡേ കാണാം കേട്ടോ. ബൈ. Okay, thank you, ma'am. ഓക്കെ, താങ്ക് യു. Thank you. താങ്ക് യു. Thank you, Mr. താങ്ക് യു.